ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ റെമി ആൻഡ് വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. മോർണിംഗ് പതിവ് പോലെ മോൻ്റെ സ്കൂൾ റുട്ടീനെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അവരെ ഒരുക്കി, അവന് ലഞ്ച് ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തൊക്കെ വിട്ടു. ഈ രാവിലെ എണീക്കൽ എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാം, മോം ലൈഫിന് പ്രത്യേകിച്ച് ബ്രേക്സ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാകും ലൈക്ക് ഏർലി റൈസർ, നൈറ്റ് ഔൾ എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ മിഡിലായിട്ടുള്ളൊരു കാറ്റഗറി ഉണ്ട്, മിഡ് മോർണിംഗ് റൈസേഴ്സ്. മിഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഒരു 9 മണി 10 മണിക്കൊക്കെ എണീറ്റാൽ മാത്രമേ ശരിക്കും ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാർ. ആ ഒരു കാറ്റഗറി പെടുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനി ടൈം ബിഫോർ ദാറ്റ് എണീക്കുക എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് തന്നെയാണ്. ബട്ട് ഐ തിങ്ക് ഓവർ എ പീരിയഡ് നമ്മളുടെ സർക്കംസ്റ്റാൻസസ് ഒക്കെ കാരണം, നമ്മുടെ നെസസിറ്റീസ് ഒക്കെ കാരണം രാവിലെ എണീക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എനിവേസ് മോനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ലെറ്റ് മീ സ്റ്റാർട്ട് മൈ ഡേ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സോ ഇന്ന് മോനെ ഡ്രോപ്പ് എല്ലാം ചെയ്തു. കം ഫോർവേഡ്. ഹായ്, മോനെ ഡ്രോപ്പൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് വന്നു. ഒന്ന് കടയിലോട്ട് വന്നിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഒരു ചിക്കൻ മേടിച്ചായിരുന്നു. സോ ചിക്കൻ വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പം നമ്മുടെ സ്വന്തം ചാറ്റ് ജിപിടി ചോദിച്ചു ഒരു അവൻ ബേക്ഡ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഇതുവരെ അവനിൽ അങ്ങനെ വെച്ചിട്ടില്ല. നോർമലി നമ്മൾ കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ദമ്മടിക്കുക ചെയ്യുന്നത്. സോ ഇത്തവണ ഐ ജസ്റ്റ് വോണ്ട് ടു ട്രൈ അവനിൽ വെച്ച് ഒരുമിച്ചാക്കുക എന്നുള്ളത്. അപ്പം അതിനാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ മിൻറ്റൻ കൊറിയാൻഡർ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ചില്ലി ഒക്കെ ഇട്ടിട്ട്. അപ്പം മിൻറ്റൻ കൊറിയാൻഡർ ഇല്ല. അപ്പോൾ ആദ്യം ഓർത്ത് അതില്ലാതെ ചെയ്യാം. പിന്നെ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരില്ല എന്ന് വെച്ചിട്ട് അത് മേടിക്കാമെന്ന് വെച്ചു. സോ അത് മേടിക്കാനായിട്ട് വരികയാണ്. ആൻഡ് somebody's here. Okay, let's go shopping. What do you want from shopping? Chocolate വേണല്ലോ. എന്തോ അവളുടെ കൂലി പോലെയാ. വൈറ്റ് ചോക്ലേറ്റ്. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം, വിൽ ഗെറ്റ് വൈറ്റ് ചോക്ലേറ്റ്. ആൻഡ് ഇന്ന് വൈറ്റ് മോൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് പ്ലേ ഡേറ്റിനായിട്ട്. സോ അതിനുള്ള ഒന്ന് റെഡിയാക്കണം. എലൈസസ് കമ്മിങ്. എലൈസസ് യുവർ ഫ്രണ്ട്. അപ്പം യെസ്, ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി എ ബിസി ഡേ. എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ബട്ട് എന്തൊക്കെയോ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ ഇവളും കൂടെ ഉണ്ട്. സോ ഇവളുടെ കനുവ് പോലെ ഇരിക്കും. ബട്ട് യെസ്, വെൽക്കം ടു okay, say welcome to my channel. Welcome to my channel. Welcome to my channel. Bye. സോ ഫസ്റ്റ് സ്റ്റോപ്പ് ഇസ് ദ ഗ്രോസറി സ്റ്റോർ. ഈ ഒരു സെക്ഷൻ കണ്ടോ, ഇവിടെ ഫ്രീ ഫ്രൂട്ട്സ് ഫോർ കിഡ്സ്. അപ്പോൾ ഇത് ഹെൽത്തി ഈറ്റിംഗ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഗ്രോസറി സ്റ്റോർ തന്നെ വെച്ചിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. സോ നമുക്കതിൽ നിന്ന് ഫ്രൂട്ട്സ് എടുത്ത് പിള്ളേർക്ക് കൊടുത്താൽ അവർ അവിടെ കാർട്ടിലിരുന്ന് ഹെൽത്തി ആയിട്ടുള്ള സാധനം കഴിക്കുകയും ചെയ്യും, നമ്മളെ ശല്യം ചെയ്യാണ്ടിരിക്കുകയും ചെയ്യും. ഞാനിവിടെ ഏഷ്യൻ അയലിൽ വന്നിട്ടുണ്ട്. ഐ എം ലുക്കിംഗ് ഫോർ ഫ്രൈഡ് അണിയൻസ്. അണിയൻസ് ഫ്രൈഡ് ആയിട്ട് കിട്ടിയാൽ വിൽ ജസ്റ്റ് ബി ഈസിയർ. അതിവിടെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പോൾ അതിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രെഡ് ക്രംസ് കണ്ടു, ചിലപ്പോൾ കാണാൻ നോക്കാം. ഇവിടെ ബ്രെഡ് ക്രംസ് ഉണ്ട്. ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണണം. അടിപൊളി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഫ്രൈഡ് ഷാലറ്റ്സ്. അപ്പോൾ പിന്നെ ഇത് ഫ്രൈ ചെയ്യണ്ടല്ലോ, അപ്പോൾ ഇറ്റ് ജസ്റ്റ് ബി ഈസിയാ. അങ്ങനെ ഫൈനലി ഷോപ്പിംഗ് കഴിഞ്ഞു. ഷോപ്പിങ്ങിന് ഇപ്പോൾ പോകുന്നത് ഒരു സ്ട്രെസ്ഫുൾ ഇവന്റാ. ബിക്കോസ് എവറിത്തിങ് ഇസ് സോ എക്സ്പെൻസീവ്. അയ്യോ, ആൻഡ് പാവം ലിജോ അവിടെ ഇപ്പം ടെൻഷൻ അടിച്ചൊരു വഴിയായി കാണും. ബിക്കോസ് ആളൊരു 3 ദിവസം മുമ്പാണ് ഷോപ്പിങ്ങിന് പോയിട്ട് ഒരു $150 സ്പെൻഡ് ചെയ്തത്. അന്ന് ഇന്നിപ്പോൾ ക്ലോസ് ടു $100 ആയി. ബട്ട് ദാറ്റ്സ് ജസ്റ്റ് ദ വേ ഇറ്റ് ഈസ്. ലൈക്ക് വീട്ടിലില്ലാത്ത സാധനങ്ങൾ മാത്രമാണ് മേടിച്ചത്. ആൻഡ് ഐ വാസ് ബീങ് വെരി കെയർഫുൾ ഓൾസോ. ഒരു നട്ട്സ് എല്ലാം തീർന്നായിരുന്നു, അത് മേടിച്ചിട്ട് ഞാൻ തിരിച്ചു വെച്ചു. ബിക്കോസ് അതിന് സെയിലൊന്നും ഇല്ലായിരുന്നു. ഐ വാസ് ലൈക്ക് ഇനിയിപ്പോൾ പിന്നെ മേടിക്കാൻ, സെയിലുള്ളപ്പോൾ മേടിക്കാമെന്ന് അറിയട്ടാ. ബട്ട് യാ, ഇറ്റ്സ് ലൈക്ക് എവറിത്തിങ് ഇസ് സോ എക്സ്പെൻസീവ് നൗ.
But anyways, എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചൊന്ന് വെക്കട്ടെ. I got black. Yeah, you removed your jacket. Yeah. black. Yeah, you do. So pretty. And I got black here OOTD, yeah, OOTD. and white here. You got black and white skirt and a black t-shirt. Yeah, so cute. സോ യെസ്, സാധനങ്ങളെല്ലാം മേടിച്ചു. ഐ ഷോ യു എ ക്വിക്ക് ഹോൾ. വളരെ കുറച്ച് സാധനം മേടിച്ചിട്ടുള്ളൂ കേട്ടോ, കാണിച്ചു തരാം. White thing. വാട്ട് വൈറ്റ് തിങ്? The white thing when you were holding it. ഓക്കെ, 1 സെക്കൻഡ്. മേടിച്ചത് ഇതൊക്കെയാണ്. കോഫി പോട്ട്സ് മേടിച്ചു, ഇത് സെയിലുണ്ടായിരുന്നോണ്ട് മേടിച്ചതാ. പിന്നെ കുറച്ച് ഫ്രൈഡ് അണിയൻസ് ബിരിയാണിക്ക്, ആൻഡ് ഇത് നെയ്യ് ഉണ്ടാക്കാനായിട്ട്, നെയ്യ് ബിരിയാണിക്കും വേണം. പിന്നെ കുറച്ച് സാലഡ് വെജീസും എല്ലാം. ഇത് മിൻറ്റൻ കൊറിയാൻഡറും ബിരിയാണിക്ക് വേണ്ടി മേടിച്ച. ആൻഡ് ബട്ടർ, യെസ്. പിന്നെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ തോന്നുന്നു. സോ അതിനാണ് ക്യാരറ്റും കണ്ടൻസ്ഡ് മിൽക്കും മേടിച്ചത്. സ്ട്രോബെറി, ദാറ്റ്സ് ഫോർ യു. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ആണ്. സ്ട്രോബെറിയും ഇവിടെ കിഡ്സ് ആപ്പിൾ, ഇത് കണ്ട് ഇങ്ങനെ മിനി ആപ്പിളായിട്ട് കിട്ടും. അപ്പം വലിയ സൈസ് ഇല്ലാത്ത ആപ്പിൾ. ഇതും അതെ, പ്രോബയോട്ടിക്കും അതെ. പിന്നെ ഇതും മോൻ്റെ സ്കൂളിന് ലഞ്ചും കോഫി, ഇതെല്ലാം പലതും പിള്ളേരുടെ സാധനങ്ങളാട്ടോ. അത് ഇത്ര സാധനം മേടിച്ചുള്ളൂ. ഇതിനാണ് $100 ആയ. ബ്രെഡ് ആൻഡ് ഡേറ്റ്സ് ആൻഡ് ഓൾസോ ദിസ് വൺ. ദിസ് ഇസ് മെസ്സി മങ്കിയുടെ. ഇറ്റ്സ് ലൈക്ക് എ ഹെൽത്തി, ഇതുണ്ട് ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹൗ ഹെൽത്തി ഇറ്റ് ഇസ്. സോ ഇറ്റ്സ് ലൈക്ക് എ ഹെൽത്തി ട്രീറ്റ്. Yeah, you got your chocolate too. ഇവളുടെ ചോക്ലേറ്റ് കാണിച്ചത്. ചോക്ലേറ്റ് ഇന്ന് അവൾക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. സോ ചോക്ലേറ്റ് ഇന്ന് മേടിച്ചത് ഹേസൽ നട്ട് ക്ലസ്റ്റേഴ്സ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ഹേസൽ നട്ട് വിത്ത് കവേർഡ് വിത്ത് ചോക്ലേറ്റ്. ഐ ഫീൽ ലൈക്ക് എല്ലാ ട്രീറ്റും ഇതുപോലെ. ഇപ്പം ഞാനിപ്പോൾ ഈ ഡേറ്റ്സ് മേടിച്ചതും ദാറ്റ് ഇസ് എ ഹോൾ പർപ്പസ്. ബിക്കോസ് എനിക്കും ഐ ഹാവ് എ വെരി സ്വീറ്റ് ടൂത്ത്. ഇപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്, എസ്പെഷ്യലി ലഞ്ച് കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് കഴിക്കാൻ തോന്നും. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ഈറ്റിംഗ് ലൈക്ക് ചോക്ലേറ്റ് ഓർ ഐസ്ക്രീം ഓർ എനിത്തിങ് അൺഹെൽത്തി ലൈക്ക് ദാറ്റ്, എന്തെങ്കിലും ഒരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ വി ആർ കൺട്രോളിങ് വാട്ട് ഇസ് ഗോയിങ് ഇൻ അവർ ബോഡി. സെയിം തിങ്, നമ്മളിപ്പോൾ വീടിൻ്റെ അകത്ത് വി കെൻ ചൂസ് വാട്ട് വി ബ്രിങ് ഇൻസൈഡ് ദ ഹോം. അപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ എന്താ ഒരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ പിള്ളേരുടെ ഈ ട്രീറ്റ് തന്നെ, ലൈക്ക് ഇത് ട്രീറ്റ് ഫുഡായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ സ്നാക്ക് ഫുഡ്, ഇറ്റ് ഈസ് എ ട്രീറ്റ് ഫുഡ്, ബട്ട് ഇറ്റ്സ് ഓൾസോ ബെറ്റർ ദാൻ സം ചിപ്സ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അതൊന്നും കഴിക്കുന്നില്ല അല്ല കേട്ടോ, വി സ്റ്റിൽ ഹാവ് ഓൾ ഓഫ് ദാറ്റ്. പക്ഷേ ഇത് കൂടുതൽ വെച്ചാൽ they will have carrot sorry, they will have like കുറച്ചുകൂടെ അവർക്ക് they have an like they are eating healthier food. So and പുറത്ത് പോയി കഴിയുമ്പം I don't so ഞാൻ പറഞ്ഞു വന്നത് we don't have good food and bad food in the house. We have healthy food, not healthy food. അതവർക്ക് ഒരു അവയർനെസ് ഉണ്ട്, വാട്ട് ഇസ് ഹെൽത്തി, വാട്ട് ഇസ് നോട്ട് ഹെൽത്തി. സോ അവരിപ്പോൾ ഒരു ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കുകയാണെങ്കിൽ ദേ നോ ഇറ്റ് ഇസ് നോട്ട് ഹെൽത്തി. എന്നിട്ടും ചിലപ്പോൾ കഴിക്കും. യുനോ കിഡ്സ് ആർ കിഡ്സ് ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ദം ഫ്രം ഹാവിങ് ഇറ്റ്, ബട്ട് എവറിത്തിങ് ഇൻ മോഡറേഷൻ. ബട്ട് ഓൾസോ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ട്രീറ്റ്സ് നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇഫ് വി ക്യാൻ കൺട്രോൾ വാട്ട് വി ആർ ബ്രിങ്ങിങ് ഇൻസൈഡ്, പിന്നെ അവർ ഉള്ളതല്ലേ അവർ കഴിക്കത്തുള്ളൂ. സോ ദെൻ ഒരു ടെംപ്റ്റേഷൻ ഇല്ല ടു ഹാവ് ലൈക്ക് ദ അൺഹെൽത്തി സ്റ്റാഫ്. വിച്ച് വൺ? Yakult is healthy food. Yakult is healthy food. That's right. See, even though she's having the hazelnut clusters, avlu parayna chocolate is not healthy. So, but then avlude mind level treat food aanu കഴിക്കുന്നത്. So, little small changes like that can make a big difference, I feel. അടുത്ത പണി മാക്സിനെ കുളിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരുപാട് അവനെ കുളിപ്പിക്കാറില്ല. അല്ലെങ്കിലും ഡോഗ്സിനെയൊക്കെ ഒരു വൺസ് വീക്കൊക്കെ കുളിപ്പിച്ചാൽ മതി. ഒരുപാട് കുളിപ്പിക്കുന്ന അവർക്ക് അഴുക്കുവാണ്. പിന്നെ ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നോർമലി നമ്മൾ വെയിലത്തിട്ടാണ് ഉണക്കുന്നത്. പക്ഷേ ഇപ്പോൾ മഴയായതുകൊണ്ട് അവന് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് ഒരു സ്പാ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു. പിന്നെ ഇത്രയും പാവത്തിനെ വിഷമിപ്പിച്ചാൽ ഒരു ട്രീറ്റും കൂടെ കൊടുത്തു അവസാനം. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ ക്ലീനിങ് വാക്യൂം മോപ്പ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് ഫുള്ളൊന്ന് വാഷ് ചെയ്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ ഓൾ ദീസ് അപ്ലയൻസസ് വേഗം പോകും. ഇത് ഒട്ടും എനിക്കിഷ്ടമല്ലാത്തതും ഇത്തിരി ഗ്രോസ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ചെയ്തേ പറ്റൂ. മോളെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബിരിയാണിയുടെ പരിപാടി തുടങ്ങാം. സോ മോളുടെ ലഞ്ച് പ്ലേറ്റ് ആണ് അതായത് വിവ് ഗോട്ട് ഹാം ആൻഡ് ചീസ് ടോസ്റ്റി, corn and some fruits, so orange and strawberries.
അപ്പോൾ മോളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പയ്യെ തുടങ്ങാം. ഇന്ന് ആക്ച്വലി ബിരിയാണി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ. ആക്ച്വലി ഇന്ന് ഈവനിങ് ലിജോയും ഇല്ല. സോ ഇന്നലെ ഉണ്ടാക്കാനിരുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ റൈസ് എല്ലാം പാർബോയിൽ ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ ഇന്നലെ ഉണ്ടാക്കൽ നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് തന്നെ ബിരിയാണി ആക്കാം. കാരണം ഓൾറെഡി റൈസ് ഉണ്ടാക്കിയല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ലിജോയ്ക്ക് കിട്ടില്ല, ബിക്കോസ് ഇന്ന് വൈകിട്ട് പരിപാടി ഉണ്ട് ലിജോയ്ക്ക്. പക്ഷെ നാളെ കിട്ടും. ആൻഡ് ബിരിയാണിക്ക് പൊതുവേ അടുത്ത ദിവസമാണല്ലോ കുറച്ചുകൂടെ ടേസ്റ്റ്. സോ ഉണ്ടാക്കി ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അപ്പോൾ പിന്നെ നാളെ കഴിക്കാമല്ലോ. സോ അതെന്നെ പോയി സെറ്റ് ചെയ്യട്ടെ. സരാ, ഇപ്പം ഞാൻ കാണിച്ചത് ഇന്നലെ പാർബോയിൽ ചെയ്ത റൈസും പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനുമാണ്. ചിക്കൻ മാരിനേഷനിൽ ആക്ച്വലി അതിൽ പറയുന്നത് മിൻറ്റ് ആൻഡ് കൊറിയാൻഡറും കൂടെ വേണം. ഇന്നലെ അത് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ പോയി മേടിച്ചിട്ടാണ് ആ മാരിനേഷനിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബിരിയാണി അസംബ്ലിങ് ടൈമാണ്. സോ അടിയിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമ്മുടെ റോ ചിക്കൻ, മാരിനേറ്റഡ് ചിക്കൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് പിന്നെ മുകളിലാണ് ഈ റൈസ് ഇടുന്നത്. റൈസ് ഇടുന്നത് 2 ലെയറായിട്ടാണ്. സോ ആദ്യം ഇതുപോലെ കുറച്ച് റൈസ് ഇടുക, കുറച്ച് മിൻറ്റ് ആൻഡ് ഫ്രൈഡ് അണിയൻസ് ഇട്ടിട്ട് അടുത്ത റൈസ് ഇടുക, വീണ്ടും ഗീ ഒഴിക്കുക. ആൻഡ് ഇത് മൊത്തം ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് സീൽ ചെയ്തിട്ടാണ് അവനിൽ വെക്കുന്നത്. റെസിപ്പി പറഞ്ഞൊരു 30-35 മിനിറ്റ്സ് ആണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് വർക്കായില്ല. അങ്ങനെ ബിരിയാണി അവനിൽ കയറിയിട്ടുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ബിക്കോസ് മറ്റേ കറിയായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറേ കൂടെ നമ്മുടെ കൺട്രോളിലാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കുറവുള്ളത്, അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ റോ ആയിട്ടുള്ള ചിക്കനിൻ്റെ അകത്തോട്ട് ഇട്ട് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് ദമ്മടിക്കുക എന്ന് പറയുമ്പം ഐ നോ ഇറ്റ്സ് പോസിബിൾ ബിക്കോസ് ഐ ഹവ് ഹാഡ് ബിരിയാണീസ് വിച്ച് വാസ് ഡൺ ലൈക്ക് ദാറ്റ്. പക്ഷേ ഇത് എനിക്കറിയില്ല, ബിക്കോസ് ഈ ഒരു പാത്രം ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. ഞാൻ ഓൺലൈനിലൊക്കെ നോക്കി അവൻ സേഫ് അല്ല എന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് ഇട്ടത്. സോ ഇത് വല്ല ഡിസാസ്റ്ററായിട്ട് പൊട്ടിത്തെറിക്കുക വല്ലതും ചെയ്താൽ പിന്നെ തീർന്നു. ബട്ട് ലെറ്റ്സ് ഹോപ്പ് ദാറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ. ലെറ്റ്സ് സീ. ഇനി 45 മിനിറ്റ്സ് എൻ്റെ അകത്ത് വെക്കണം. സോ അത് റെഡി ആവുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കുക്കിംഗ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് എന്നാൽ പിന്നെ കിച്ചണൊന്ന് റീസെറ്റ് ചെയ്തേക്കാം. എൻ്റെ ഡെയിലി ക്ലീനിങ് ആക്ടിവിറ്റീസിൽ ഞാൻ വിതൗട്ട് ഫെയിൽ ചെയ്യുന്ന 1-2 കാര്യങ്ങളാണ്. 1 ഇസ് കിച്ചൺ റീസെറ്റ്. സോ അത് എത്ര ടയർഡാണെങ്കിലും എത്ര ഉറക്കം വന്നാലും എൻഡ് ഓഫ് ഡേ കിച്ചൺ മൊത്തത്തിൽ പാചകമൊക്കെ ഒന്ന് തുടച്ച് പാത്രങ്ങളെല്ലാം എടുത്ത് ഡിഷ് വാഷറിൽ കയറ്റി അതൊന്ന് ഓൺ ചെയ്ത് അങ്ങനെ മൊത്തം കിച്ചൺ ഒന്ന് റീസെറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഈ ലിവിങ് റൂം, അതായത് നമ്മുടെ ഫ്രണ്ട് ഏരിയ ഒന്ന് ക്ലീൻ ആക്കുക. അപ്പോൾ അതും അതെ, എല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് തറയൊന്ന് ക്വിക്കായിട്ട് വാക്യൂം മോപ്പ് ചെയ്യുക. അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ബിക്കോസ് നമ്മളപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേനും ഒരു ക്ലീൻ റൂമിലോട്ട് കയറി വരുന്നതിൻ്റെ ഒരു സുഖം, അത് ഐ തിങ്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. സോ ഈ 2 കാര്യങ്ങൾ വിത്തൗട്ട് ഫെയിൽ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പിള്ളേരുടെ ടോയ്സ്, കുഞ്ഞു ടോയ്സ് ആണല്ലോ, അത് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ക്ലീനപ്പ് ചെയ്യുമ്പം ഞാനൊരു കോമൺ ആയിട്ടൊരു ബാഗ്, ഒരു ചെറിയൊരു ബാഗ് ഒരു കോമൺ ഏരിയയിൽ വെക്കും. ആൻഡ് അതിൻ്റെ അകത്തോട്ട് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് പിന്നെ അത് ഒരുമിച്ചായിരിക്കും പിന്നെ കൊണ്ട് പ്ലേ റൂമിലോട്ട് ഇടുന്നത്. സോ ദിസ് ഹെൽപ്സ് വിത്ത് എ ലോട്ട് ഓഫ് ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ ബാഗ് നമുക്ക് പിന്നെ എടുത്ത് വെക്കേണ്ട സ്ഥലത്ത് വെച്ചാൽ മതിയല്ലോ. ആൻഡ് ഇന്ന് മോൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് പ്ലേ ഡേറ്റിന്. സോ അവൻ്റെ പ്ലേ റൂമിലായിരിക്കും മെയിൻലി അവർ കളിക്കുന്നത്. അപ്പോൾ പ്ലേ റൂമും കൂടെ ഒന്ന് റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എത്ര ചെയ്താലും തീരാത്ത സംഭവമാണല്ലോ ലോണ്ട്രി. സോ ലോണ്ട്രി ഇതാ ഒരു റൗണ്ട് ഇന്ന് കഴിഞ്ഞു. ആൻഡ് തണുപ്പായതുകൊണ്ട് മാത്രമല്ല, ഞാൻ എപ്പോഴും ഡ്രയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം പുറത്ത് തുണി വിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡ്രയറിലോട്ട് എല്ലാ തുണിയും കൂടെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡ്രയറിൻ്റെ അകത്ത് നമ്മളെല്ലാ വാഷിൻ്റെ മുമ്പും ആ ഒരു ലിൻറ്റ് അക്യുമുലേറ്റ് ചെയ്തത് കളയുക. പിന്നെ കണ്ടൻസേഷനുള്ള ഡ്രയറാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ അകത്ത് വെള്ളവും കൂടെ കളഞ്ഞിട്ട് വേണം ഓരോ ലോഡ് യൂസ് ചെയ്യാനായിട്ട്. എനിക്കെന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഇത്. ഓക്കെ, മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഇത് കുക്കായില്ലെങ്കിൽ ഐ വിൽ ബി ക്വൈറ്റ് അപ്സെറ്റ്. ബട്ട് പൊട്ടിച്ചോക്കാം. കുക്കായിട്ടില്ല. കുക്കായത് പോരാ, അടിപൊളി. അതിപ്പോൾ റൗണ്ട് 2 വെക്കേണ്ട അവസ്ഥയായിപ്പോയി. ബിക്കോസ് ആദ്യം ഞാൻ എടുത്ത പീസ് നോക്കിയപ്പം കുക്കായ പോലെ തന്നെ തോന്നി. പക്ഷേ പിന്നെ ഒരു പീസും കൂടെ എടുത്തപ്പം ആയിട്ടില്ല ശരിക്കും. സോ ദിസ് ഇസ് ദ പ്രോബ്ലം. നമ്മൾ അവനിൽ ബേക്ക് ചെയ്യുമ്പോൾ അല്ല, ഇനിയിപ്പോൾ കുക്ക് ചെയ്ത സാധനം ഐ ഡോണ്ട് നോ, ദിസ് ഇസ് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് റെഡി, ഇറ്റ്സ് നോട്ട് കുക്ക്ഡ്. സോ ദാറ്റ് വാസ് എ ലിറ്റിൽ ഡിസപ്പോയിൻറ്റിങ്. ബട്ട് എനിവേസ് എൻ്റെ മോളിൽ നിന്ന് കുറച്ച് ഞാൻ ചോറെടുത്തു. അത് എൻ്റെ കയ്യിലുള്ള കറി വെച്ച് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം.
അപ്പോൾ അതെന്തായാലും ഫ്ലോപ്പ് ഷൂ ആയി. ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ചിക്കൻ്റെ പോർഷൻ മാത്രം, റൈസ് എല്ലാം മാറ്റിയിട്ട്, കാരണം അല്ലേ റൈസ് ഓവർ കുക്ക് ആകും. സോ ഇനിയിപ്പം ഞാൻ ഇതുപോലെ അവനിൽ ഫുൾ വെക്കില്ല. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് വർക്കിംഗ്. ഐ ഡോണ്ട് നോ ഇനിയിപ്പോൾ എൻ്റെ അവൻ ശരിയാവാഞ്ഞിട്ടാണോ, ഐ ഡോണ്ട് നോ. ബട്ട് ദിസ് ഇസ് ടു റിസ്കി. ഐ വോണ്ട് ഡു ദിസ് അഗൈൻ. മേ ബി ഇതേ റെസിപ്പി തന്നെ ആദ്യം ചിക്കനൊന്ന് തിളപ്പിച്ച് ഒന്ന് കുക്കായിട്ട് ബാക്കി അവനിൽ വെച്ചൊന്ന് ദമ്മടിക്കത്തേ ഉള്ളൂ. ഇനിയിപ്പം ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദിസ് ഹോൾ അൺകുക്ക്ഡ് ചിക്കൻ ഇൻ ദ അവൻ അഗൈൻ. അപ്പോൾ ദാ റൈസും ഇന്നത്തെ ബട്ടർ ചിക്കൻ്റെ ബാക്കിയുണ്ട്, അതും കൂടെ ഞാനിന്ന് എടുത്ത് കഴിക്കട്ടെ. അപ്പോഴത്തേനും ഹോപ്പ്ഫുള്ളി ഇത് റെഡിയായി ഒന്ന് കുക്കായി കഴിഞ്ഞാൽ പിന്നെ റൈസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാമല്ലോ. ഇപ്പോൾ ചിക്കൻ കുക്കായിട്ടുണ്ട്. ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ് ഫ്ലേവർ. ആ മറ്റേ ഗ്രീൻ ചില്ലിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ വിത്തൗട്ട് ദാറ്റ് മസാല. മസാല കുത്തൊന്നും ഇല്ലല്ലോ, കാരണം മസാല ഒന്നും ഇണ്ടാത്തില്ല, പക്ഷേ നല്ലപോലെ വെള്ളമുണ്ട്. സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ടു സബ്സൈഡ്. ഒന്ന് പറ്റാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് കണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളമുണ്ട്. ഈ വെള്ളവും കൂടെ ഒന്ന് പറ്റിയിട്ട് നമുക്ക് അടുത്ത ചോറും കൂടെ മിക്സ് ചെയ്യാം. മൊത്തം തട്ടിക്കൂട്ടാണ്. ബട്ട് ആ മസാലയ്ക്ക് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഐ എം തിങ്കിങ് ഇറ്റ് മൈറ്റ് ബി ഗുഡ്. നല്ല വെള്ളമുണ്ട്. അപ്പം ആ വെള്ളം ഞാനങ്ങ് മാറ്റുന്ന. Okay, I'm just going to do it. കുറച്ച് പിള്ളേർക്കൊക്കെ മാറ്റി വെക്കേണ്ടതായിരുന്നു, ബട്ട് ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. സോ ഓൾറൈറ്റ്. സോ ഫൈനലി ഇതാ എൻ്റെ ബിരിയാണി. ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എൻ്റെ പ്രോസസ്സിലല്ലല്ലോ കാര്യം, ഫൈനൽ റിസൾട്ടിലല്ലേ. ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ ഇതിന്. ഇറ്റ്സ് നൈസ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ആ ഗ്രീൻ ചില്ലി മിൻറ്റും ഒക്കെ ഇടുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഇല്ലേ, അതിൻ്റെ ആ ടേസ്റ്റ് തന്നെയാ. ഐ ആക്ച്വലി ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ആ ഒരു മസാല ബിരിയാണി, സോറി, ആ മസാല ബിരിയാണി ടേസ്റ്റ് അല്ല, ബട്ട് ഇറ്റ്സ് നൈസ്. പക്ഷെ ഞാനിപ്പോൾ ഈ റൈസ് ഇട്ടതേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കാം റൈസ് കുഴഞ്ഞിട്ടില്ല. അതിങ്ങനെ ഇരിക്കുമ്പം ആ വെള്ളമൊക്കെ പറ്റി വീണ്ടും കുഴയോന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ കുഴഞ്ഞ് വന്നാൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി ഗുഡ്, ബട്ട് അതർവൈസ് ഐ എം കൈൻഡ് ഓഫ് ലൈക്കിങ് ഇറ്റ്. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഞാൻ ഇതുപോലത്തെ ഒരു ബിരിയാണി കഴിച്ചിട്ടില്ല ഇതിന് മുമ്പ്. ബട്ട് എന്തോ എവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് നെക്സ്റ്റ് ടൈം ആദ്യം ചിക്കൻ കുക്ക് ചെയ്തിട്ട് പിന്നെ റൈസ് അതിൻ്റെ അകത്ത് ഇട്ടൊന്ന് ദമ്മടിക്കുകയാണെങ്കിൽ ഐ തിങ്ക് അടിപൊളിയായിട്ട് വരും. ബിക്കോസ് ദാറ്റ് റെസിപ്പി, ദാറ്റ് മസാല റെസിപ്പി ഐ റിയലി ലൈക്ഡ്. ഇത് ഞാൻ ഇനി ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കും, ജസ്റ്റ് നോട്ട് ഇൻ ദ സെയിം മെത്തേഡ്. മസാല ഉണ്ടാക്കും, ബട്ട് ജസ്റ്റ് നോട്ട് ഫുൾ അവനില. അപ്പം അടിപൊളിയായിരിക്കും. ഐ ലൈക്ക് ഇറ്റ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. അപ്പോൾ എനിവേസ് ഞാൻ പേടിച്ച് അത്രയും ഫ്ലോപ്പ് ആയിട്ടില്ല ബിരിയാണി. സോ ഐ എം ക്വൈറ്റ് ഹാപ്പി അബൌട്ട് ദാറ്റ്. ആൻഡ് എനിവേസ് ഇനിയിപ്പോൾ മോനെ പോയി പിക്ക് ചെയ്യണം. അവൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അവൻ്റെ സ്കൂളിൽ നിന്നുള്ള ആദ്യത്തെ പ്ലേ ഡേറ്റ് ആണ്. സോ ലൈക്ക് അവന് നേരത്തെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പിള്ളേരും കസിൻസും ഒക്കെ ആയിട്ട് പ്ലേ ഡേറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും സ്കൂളിൽ നിന്ന് ഒരാൾ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ അവനും എനിക്കും ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഇനി പിള്ളേരൊക്കെ വന്ന് ഇവിടെ എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കാം. യെസ്, ബട്ട് അതർവൈസ് ഇനിയിപ്പോൾ അവരോടൊക്കെ ചില്ലടിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇന്ന് ഫ്രൈഡേ ഈവനിങ് ആണ്. സോ വേറെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്നു. സോ യെസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.